ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ കുടുംബം, അതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർക്കും, എല്ലാ പ്രിയപ്പെട്ടവരും കൂടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല സ്നേഹവന്ദനത്തെ ഈ സമയം അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിന്നെയും ഒരു ആവശ്യം കൂടെ ദൈവവചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് നമ്മെ കൃപയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ റോമാലേഖനം 7-ാം അധ്യായം വരെയാണ് പഠിച്ച് നിർത്തിയത്. ഇന്ന് 8-ാം അധ്യായത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. 7-ാം അധ്യായത്തിൽ പൗലോസ് 7-ാം അധ്യായത്തിൽ കൂടെ പറഞ്ഞതായിട്ടുള്ള അതിൻ്റെ നമ്മുടെ രണ്ട് പ്രകൃതികൾ തമ്മിലുള്ള വലിയൊരു പോരാട്ടം, പാപത്തിൻ്റെ പ്രമാണം, ബുദ്ധിയുടെ പ്രമാണം, ഇത് തമ്മിലുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ നന്മയും തിന്മയും തമ്മിലുള്ള വലിയൊരു സ്ട്രഗിള് എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിലുണ്ട്. എന്നാൽ അതിനെല്ലാം ജയിക്കുവാൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച നമ്മുടെ കർത്താവിന് ജയം കരയറ്റിക്കൊണ്ടാണ് 7-ാം അധ്യായം പൗലോസ് അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി 8-ാം അധ്യായത്തിലോട്ട് നമ്മൾ പ്രവേശിക്കുന്നു. അതിനകത്ത് 8-ാം അധ്യായം ഇന്ന് രാത്രി 2 ഭാഗങ്ങളായിട്ട് ചിന്തിക്കുവാനായിട്ട് കർത്താവിലെ ശരണം പ്രാപിക്കുന്നു. അത് ഇന്ന് 2 പാർട്ടാണ്. 8-ാം അധ്യായം 2 പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ പാർട്ട് 8 ലൈഫ് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിൽ ഉള്ള ജീവിതം അല്ലെങ്കിൽ ലൈഫ് ത്രൂ ദ സ്പിരിറ്റ്. അത് 1 മുതൽ 8-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിപ്പാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. രണ്ടാമത് പാർട്ട് 9 2 ഭാഗങ്ങളാണ്. ഫ്യൂച്ചർ ഗ്ലോറി, ഭാവി തേജസ്, അത് 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വരാനിരിക്കുന്ന തേജസ്സിനെ കുറിച്ച് പൗലോസ് പറയുന്നു. 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ മോർ ദാൻ കോൺക്രേഴ്സ്, നമ്മൾ പൂർണ്ണ ജയാളികളാണ് എന്ന് പൗലോസ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് 8-ാം അധ്യായം നമ്മൾ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നമ്മൾ 8-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രി ചിന്തിക്കുവാൻ കർത്താവ് ശരണം പ്രാപിക്കുന്നു. പാർട്ട് 9 നെക്സ്റ്റ് സാറ്റർഡേയിൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇന്ന് 8-ാം ലൈഫ് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിൽ ഉള്ള ജീവിതം. ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ഈ അധ്യായത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഭാഗം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രായോഗികമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിൽ ഉള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവിൽ വിധേയപ്പെട്ട് ജീവിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ പ്രായോഗിക ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതി നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു വിശുദ്ധ ജീവിതം, ഒരു ഹോളിനെസ്, ഒരു ഹോളി ലൈഫ് നമുക്ക് നയിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ബാക്കിയെല്ലാം തന്നെ നമുക്ക് ആത്മീയമായി അല്ലെങ്കിൽ ആത്മീയ ഒരു ഹിപ്പോക്രറ്റിക്കായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു കപട ഭക്തിക്കാരനായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണമെന്നില്ല. എന്നാൽ യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് എങ്കിൽ മാത്രമേ നമുക്കൊരു യഥാർത്ഥമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായി കഴിയുകയുള്ളൂ എന്നാണ് ഈ 8-ാം അധ്യായം നമ്മെ ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കും, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അതിൽ NKJVയുടെ ഒരു വേർഷനിൽ, ഇപ്പം മറ്റ് വെർഷനിൽ കാണുന്നില്ല, അതിനകത്ത് therefore now no condemnation to those who are in Christ Jesus. ബട്ട് അവിടെ ഒരു കാര്യം കൂടെ എടുത്ത് കൊടുത്തിരിക്കുന്ന, who do not walk according to the flesh but according to the spirit. അപ്പോൾ ജഡത്തെ അനുസരിച്ച് അല്ലെങ്കിൽ ജഡപ്രകാരം നടക്കുന്നവരെ കുറിച്ചല്ല, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ശിക്ഷാവിധി ഇല്ല. അല്ലെങ്കിൽ ക്രിസ്തുവിൽ ആകുക എന്ന് പറയുന്നത്
ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്തുവിലായി തീരുക എന്നുള്ള ഒരു പദം കൊണ്ട് നമ്മൾ ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാകും. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഒരു ഫലവും പുറപ്പെടുവിക്കുവാൻ കഴിയത്തില്ല. അപ്പൊ യേശു ക്രിസ്തുവിൽ യേശു ക്രിസ്തുവിലാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് കഴിയുള്ളൂ എന്നാണ് റോമാലേഖനം 8-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്നിൽ വസിക്കാത്തവനെ ഞാൻ എന്ത് ചെയ്യുന്നു? റോമാന്റെ 15-ാം അധ്യായം ആ ഭാഗം ഒന്ന് വായിച്ചാൽ, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. അവന് ശിക്ഷാവിധിയാണെന്ന്. അതിന്റെ നിത്യമായ, ഇവിടെ ശിക്ഷാവിധി എന്ന് പറയുന്നത് നിത്യമായ മരണത്തെക്കുറിച്ചാണ് പറയും. ഈ ലോകത്തിലെ താൽക്കാലികമായ ശിക്ഷകളെക്കുറിച്ചോ ബാലശിക്ഷയെക്കുറിച്ചോ അല്ല ദൈവജനം അവിടെ പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നത്. ശിക്ഷാവിധി അല്ലെങ്കിൽ പണിഷ്മെന്റ്, നമ്മുടെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് മരണമാണ്, നിത്യമായ മരണമാണ്. അതാണ് യഥാർത്ഥമായ പണിഷ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് കർത്താവ്, എന്നിൽ വസിക്കാത്തവൻ, എന്നെ വിശ്വസിക്കാത്തവൻ, എൻ്റെ കൽപ്പനകളെ അനുസരിക്കാത്തവൻ, അവനെ ഞാൻ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിട്ട് അത് വെന്തുപോകും. അതാണ് ഒരു പണിഷ്മെന്റിന്റെ ഇത്. കർത്താവിൽ വസിക്കാത്ത ഒരുവനെ കുറിച്ചുള്ള അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അധികമായ ഭയം, ദൈവഭയം വർദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടം കൂടെയാണ്. കർത്താവിൻ്റെ വരവ് വളരെ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പല പ്രവാചകന്മാരും പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ക്രിസ്തുവിൽ എത്രത്തോളം വസിക്കുക എന്നുള്ള ഒരാശയമാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് അവനിൽ വസിപ്പിൻ. വളരെ കോൺഫിഡൻ്റ് ഉണ്ടാകണമെങ്കിൽ, നമുക്ക് ആ ധൈര്യം ഉണ്ടാകണമെങ്കിൽ, അതാ ഒന്ന് യോഹന്നാൻ 2-ാം അധ്യായമാണെന്ന് എൻ്റെ ഓർമ്മ. ഞാൻ ആ ഭാഗങ്ങൾ എല്ലാ ഭാഗങ്ങളുടെ പറയാനുള്ള സമയമില്ല. നമുക്ക് ഉപവാസപ്രാർത്ഥനയൊക്കെ 2-ാം ദിവസമാണ്. രാത്രിയുടെ യാമങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ന്യൂ ബ്രൺസ്വിക്ക് കാനഡയിൽ എന്താ പറയുക, വളരെ ക്ഷീണിതരായിട്ടിരിക്കുന്ന ഒരു സമയം കൂടെ ആയതുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പവർ വളരെ കുറഞ്ഞ ഒരു സമയം കൂടെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്യുന്നവർ വളരെ ഫ്രഷായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചോളം വളരെ ടയേർഡാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വാക്യങ്ങൾ എടുത്ത് നമുക്ക് വിശദീകരിക്കുവാനുള്ള ഒരു സമയം ഒന്നും ഈ ഭാഗത്തില്ല. എങ്കിൽ തന്നെ, കാരണം എന്നാലും നമ്മളെല്ലാവരും വചനം വായിക്കുക എന്നേക്കാൾ പ്രഗത്ഭരായിട്ടുള്ളവരുടെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്ന വലിയ ബോധ്യത്തോടെയാണ് ഇന്ന് രാത്രി ആയിരിക്കുന്നത്. നിങ്ങൾ വളരെ കാലാന്തരങ്ങളായിട്ട് വചനം കേട്ട് പഠിക്കുകയും അതിൽ വളരെ പ്രാഗൽഭ്യമുള്ള ദേവദാസന്മാർ ഇന്ന് രാത്രി പ്ലാറ്റ്ഫോമിൽ ഉണ്ട് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എങ്കിൽ തന്നെ ഇവിടെ പറയുന്നു, ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല, നോ കണ്ടംനേഷൻ. അവിടെ എന്തുകൊണ്ട് ശിക്ഷാവിധി ഇല്ല? എൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. ക്രിസ്തുയേശു മുഖാന്തരം എന്നെ മരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്നൊരു പ്രമാണം ഉണ്ടായിരുന്നു, ന്യായപ്രമാണം. ആ ന്യായപ്രമാണം വായിക്കുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് എനിക്ക് തരുന്നത്. അതിനകത്ത് ലോ മുഴുവൻ പാപമാണ് എന്നെ ഓർമ്മപ്പെടുത്തുന്നത്. അതായത് ചെയ്യരുത്, ചെയ്യരുത്, ചെയ്യരുത്. നമ്മളതൊക്കെ കഴിഞ്ഞ പല അധ്യായങ്ങളിലും നമ്മൾ ധ്യാനിച്ചാണ്. അതുകൊണ്ട് പിന്നെയും പറയുമ്പോൾ അതൊരു ആവർത്തന വിരസത ഉണ്ടാകും. ചെയ്യരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞ് പാപമാണ് അവിടെ ഓർമ്മപ്പെടുന്നത്. അവിടെ ന്യായപ്രമാണം നമ്മുടെ ഒരു മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. അത് പിന്നീട് നമ്മളെ മരണമാണ് അതിൻ്റെ എൻഡെന്ന് പറയുന്നത്, ശിക്ഷ, മരണം. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ എനിക്ക് സ്വാതന്ത്ര്യം, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്. ജീവന്റെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തോട്ട് വസിക്കുമ്പോൾ, നമ്മുടെ അകത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെയും
ക്രിസ്തുവിൻ്റെയും ആത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോൾ ഈ പാപത്തിൽ നിന്ന് നമ്മളെ ഒരു ജയം പ്രാപിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് ആ പാപത്തിന്മേൽ ജയിക്കുവാനുള്ള അതോറിറ്റി നമുക്ക് ലഭിച്ചത്. ജീവന്റെ പ്രമാണം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് നേരത്തെ കർത്താവിൻ്റെ ഇസ്രായേൽ മക്കളുടെ ഒരു വാക്തത്വമാണ്. യെഹെസ്കേൽ പ്രവാചക പുസ്തകം 36 26 27 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം ഇവിടെ വായിക്കുന്നു: ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, പുതിയ ഒരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കും. നമ്മുടെ കഠിനമായ ഇവിടെ പൗലോസ് ഈ ജഡം എന്ന് പറയുന്നത് നമ്മുടെ പഴയ മനുഷ്യനെയാണ്. പാപപ്രകൃതമുള്ള, സിൻഫുൾ നേച്ചറുള്ള, പാപ സ്വഭാവമുള്ള, പാപവൈകൃതമുള്ള പഴയ മനുഷ്യനെ, ആ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു കഠിന മനുഷ്യനാണ്. ദൈവത്തെ അനുസരിക്കാത്ത മനുഷ്യനാണ്. അനുസരണമില്ലാത്ത, കഠിനപ്പെട്ടു പോയ, ഹാർഡായിട്ടുള്ള അങ്ങനെയുള്ള ഒരു മനുഷ്യനെയാണ്. അതിനെ, ആ കഠിന ഹൃദയത്തെ, കല്ലായുള്ള ഹൃദയം നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി, ഞാൻ എൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. അങ്ങനെയാണ് ന്യായപ്രമാണത്തിന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കണമെങ്കിൽ നിങ്ങളുടെ അകത്ത്, നമ്മുടെ അകത്ത്, എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് വസിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ളതായിട്ടുള്ള പഴയ മനുഷ്യന്റെ പ്രവൃത്തികളെ നമുക്ക് തകർത്തു, അല്ലെങ്കിൽ പാപ സ്വഭാവമുള്ള മനുഷ്യനെ, അല്ലെങ്കിൽ ആ പാപത്തിൽ നിന്ന് നമുക്കൊരു ജയം ലഭിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞ്, ആകയാൽ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. സ്നാനപ്പെട്ട് കഴിഞ്ഞ് അങ്ങനെ കർത്താവ് ഫ്രീ ആയിട്ട് വിടുകയല്ല, ആത്മാവിനെയും കൂടെ നമ്മുടെ അകത്തേക്ക് തരുന്നു. അതാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഇത്, അല്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ മുദ്രയുടെ അടയാളം, അല്ലെങ്കിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ എടുത്തു പറയുമ്പോൾ പത്രോസിൻ്റെ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടെയാണ് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഞാൻ ആ ഭാഗങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഈ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും എന്നെ ഫ്രീ ആക്കി, കാരണം നമ്മുടെ ഓരോ മനുഷ്യനും ദിനവും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ മനുഷ്യനും, ഈ ലോകത്തുള്ള സകല മനുഷ്യനും, അവന് മരണമാണ് അവൻ്റെ ജഡ്ജ്മെന്റ് ദൈവം വെച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് നമ്മെ ഫ്രീ ആക്കി. ഇന്ന് രാത്രി നമുക്ക് എത്ര വലിയ ഭാഗ്യപദവി ലഭിച്ചവരാണ് പ്രിയമുള്ളവരെ. മരണം, നമ്മുടെ താൽക്കാലികമായ ഈ മരണം നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ഏതു സമയവും മരണം നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ നമുക്കൊരു പ്രത്യാശയുണ്ട് എന്നുള്ളതാണ് ഈ ഭാഗങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ അടുത്ത വാക്യത്തിൽ പറഞ്ഞ, ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാക്ഷ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഇവിടെ ജഡത്തിൻ്റെ ബലഹീന എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തുള്ള മനുഷ്യൻ, നമ്മുടെ ഓൾഡ് മാൻ, പഴയ മനുഷ്യന് ഈ പാപത്തെ ജയിക്കുവാനുള്ള ശക്തിയില്ല. അതാണ് ജഡത്താലുള്ള ബലഹീന എന്ന് പറയുന്നത്. ഈ പാപത്തെ ഓവർകം ചെയ്യുവാൻ ഉള്ള ഒരു ഇതുമില്ല. എന്നാൽ നമുക്ക് യഹൂദനോട് പറയുകയാണ്, യഹൂദ, നിനക്ക് തന്നിരിക്കുന്ന ന്യായപ്രമാണം കൊണ്ട് നിന്നെ ജീവിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. പക്ഷെ നീ ഇത് അനുസരിച്ചേ മതിയാകത്തുള്ളൂ. ഈ ചട്ടങ്ങളും നിയമങ്ങളും, അത് യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞല്ലോ, ആ പുസ്തകം നമ്മൾ വായിച്ചു, ഞാൻ നിന്റെ ഉള്ളിലാക്കി എൻ്റെ ചട്ടങ്ങളും വിധികളും നടക്കുമാറാക്കും. അതിൽ കൂടെ അത് തൊട്ട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അത് അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഇവിടെ പറയുന്നു, ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണം ഒരു വിധത്തിലും നമുക്കൊരു ജീവൻ തരുവാനായിട്ട് കഴിയത്തില്ല. അത് വായിക്കുമ്പോൾ അത് നമ്മളെ മരണത്തിലേക്ക് നയിക്കുകയാണ്. ശിക്ഷയുടെ ഒരു പ്രമാണമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. ശിക്ഷയുടെ പ്രമാണമാണ്. എന്നാൽ
അതിനെ സാധിപ്പിക്കുവാൻ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിലെ കാര്യങ്ങളെ, അതിലെ റിക്വയർമെന്റ്സിനെ ഫുൾഫിൽ ചെയ്യുവാനായിട്ടാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മൾ മരിക്കേണ്ടിടത്ത് കർത്താവ് മരിച്ചു എന്നിവിടെ പറയുന്നു. പാപജടത്തിന്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യനായി, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നത് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. എബ്രായ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആ പാപമൊഴികെ, Hebrew chapter 4 verse 15, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം മാത്രം കർത്താവിനെ തൊട്ടില്ല. കാരണം ദൈവമായിരുന്നത് കൊണ്ട് കർത്താവിന്റെ ശരീരം പാപജഡമല്ല, പാപജഡത്തിന്റെ സാദൃശ്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടാൽ ഒരു മനുഷ്യനെ പോലെ തോന്നും, പക്ഷേ ദൈവമായിരുന്നു. പാപജഡത്തിന്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സാദൃശ്യത്തിൽ വന്നു. ആ മനുഷ്യനായ കർത്താവിന് ജഡത്തിൽ ശിക്ഷയേറ്റു. എന്റെയും നിങ്ങളുടെയും ശിക്ഷ കർത്താവിന്റെ മേൽ ആയി. പാവമൊഴികെ നമ്മുടെ വിശപ്പും ദാഹവും എല്ലാം അറിയുന്ന ഒരു കർത്താവ്, ആ ഒരു കർത്താവ് നമ്മുടെ പാപം നിമിത്തം, അതാണ് പാപം നിമിത്തം നമ്മുടെ ശിക്ഷ അവൻ കാൽവറിയിൽ ഏറ്റെടുത്തു. അത് പത്രോസ് 1 പത്രോസ് 3:18 പ്രകാരം അതിനെപ്പറ്റി പറയുന്നു. അതുകൊണ്ട് നമുക്കൊന്ന് വായിക്കാം. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, ക്രിസ്തു നമ്മെ ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കാൻ, അല്ലെങ്കിൽ സമാധാനം പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് നീതിമാനായി നീതികെട്ട നമ്മെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ പാപം നിമിത്തം ഒരിക്കലായി കർത്താവ് കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാ അല്ലെങ്കിൽ ആ വ്യാപാര ശക്തിയാൽ, അങ്ങനെയാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, കല്ലറകളിൽ ചെന്നിട്ട് കർത്താവിനെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ച്, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, നിത്യമായ അല്ലെങ്കിൽ ഒരിക്കലും മരണമില്ലാത്ത നമുക്ക് വേണ്ടി ആദ്യ ഫലമായിട്ട് കർത്താവ് മാറി എന്നുള്ളതാണ് നമ്മൾ എബ്രായ ലേഖനമൊക്കെ പഠിക്കുമ്പോഴും ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. സ്തോത്രം. ഇവിടെ അതിൻ്റെ 4-ാമത്തെ വാക്യം, അത് നമ്മൾ ആ 3-ാമത്തെ വാക്യത്തിൽ ആ ഭാഗങ്ങളാണ് ഈ 1 പത്രോസ് 3:18 കൂടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. 4-ാമത്തെ ജഡത്തിൻ്റെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ നീതി നിവർത്തിയാണ്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങളെ, അതിൻ്റെ ആ റിക്വയർമെന്റ്സിനെ അത് നിവർത്തിയാകുക അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് അല്ലെങ്കിൽ വിധേയപ്പെട്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അതിനെപ്പറ്റിയാണ് പിന്നീട് പൗലോസ് താഴോട്ട് ഇവിടെ പറയുന്നത്. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒന്ന് വായിച്ച, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഇപ്പൊ രണ്ട് പ്രകൃതങ്ങളാണ് ഇവിടെ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മള് ഇവിടെ വിശ്വാസിയും അവിശ്വാസിയും ഉണ്ട്. നമുക്കറിയാം അവിശ്വാസികൾ എങ്ങനെയാണ് ജീവിക്കുന്നത്. നമ്മളല്ല അതിൽ നിന്ന് വന്നതാണ്. അവരിപ്പോഴും ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ, ഇമ്പങ്ങൾ, വേൾഡ്ലി പ്ലഷേഴ്സ്, അതെല്ലാം അവരെ കൊണ്ടുചെന്നെത്തിക്കുന്ന നിത്യമായ ഒരു മരണത്തിലേക്കാണെന്ന് നമുക്കറിയാം. എന്നാൽ നമ്മെ സംബന്ധിച്ചോളം, ക്രിസ്തു വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ചിന്തകൾ എപ്രകാരമാണ്? നമ്മൾ ആത്മസ്വഭാവമുള്ളവരായിട്ടാണോ നമ്മൾ കാണപ്പെടുന്നത്? ജഡസ്വഭാവമുള്ളവരുടെയും ആത്മസ്വഭാവമുള്ളവനെയും തിരിച്ചറിയുവാൻ, രണ്ടിനെയും വേറിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ പ്രവൃത്തികളെ വെച്ച് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ജഡസ്വഭാവമുള്ളവർ എപ്പോഴും ജഡത്തിൻ്റെ ജഡീകമായ ചിന്തകളാണ് അവനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ലോകത്തിൻ്റെ എത്രത്തോളം ധനം സമ്പാദിക്കുക, ഈ ലോകത്ത് എന്തെല്ലാം നമുക്ക് നേടിയെടുക്കാം, എന്തെല്ലാം മേടിച്ചു കൂട്ടാം, എപ്പോഴും അങ്ങനെയുള്ളതായിട്ടുള്ള മോഹങ്ങൾ, ദ്രവ്യാഗ്രഹം, അത്യാഗ്രഹം. ഞാനതിനെ അങ്ങനെ അത്രയും നമുക്കറിയാമല്ലോ, ഭാഗങ്ങളൊക്കെ നമ്മൾ ഒത്തിരി വിവരിക്കേണ്ട ആവശ്യമില്ല.
ഇവിടെ യാക്കോബ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ന് വായിച്ചു. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് സ്വന്തം മോഹത്താൽ ആകർഷിച്ചിട്ട് വശീകരിക്കപ്പെടുകയാണ്. വശീകരിക്കപ്പെടുകയാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ അങ്ങനെയുള്ളതായിട്ടുള്ള മോഹം കൺസീവ് ചെയ്ത് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പാപം മുഴുത്തിട്ട് മരണത്തെയാണ്, അതിൻ്റെ മരണഫലമാണ് നാം പുറപ്പെടുന്നത്. അതാണ് യാക്കോബ് പറയുന്നത്. മോഹങ്ങൾ, ഇവിടെയുള്ള എല്ലാ യുദ്ധങ്ങളുടെയും നമ്മളെ വേൾഡിലെ ഇപ്പൊ നടക്കുന്ന സകല യുദ്ധങ്ങൾ നടക്കുന്ന എല്ലാ മോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. മറ്റ് രാജ്യങ്ങളെ വെട്ടിയെടുക്കുക, അവരുടെ സ്വത്ത് സമ്പാദിക്കുക, അവരുടെ റിസോഴ്സുകളെ പിടിച്ചെടുക്കുക, അവരുടെ പവറിനെ പിടിച്ചെടുക്കുക, അങ്ങനെ അധികാരം സ്ഥാപിക്കുക. പലപ്പോഴും നമ്മുടെ സഭകളിൽ തന്നെ അധികാരമോഹികൾ ഉണ്ടെന്നുള്ളതാണ് സത്യം. കസേരയ്ക്ക് വേണ്ടി, പണത്തിന് വേണ്ടി. ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചാൽ സോളിഷ് സ്പിരിച്വാലിറ്റി എന്ന് പറയും. അതായത് സ്പിരിച്വാലിറ്റിയുടെ മറവിൽ ജഡത്തെ പ്രൗഡായി കാണുന്ന ഒരു കൂട്ടം സോളിഷ് സ്പിരിച്വാലിറ്റി. ഞാൻ മനസ്സിലാക്കുന്ന ഒരിക്കലും അത് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ഉള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. ആത്മാവിൽ സോളിഷ് സ്പിരിച്വാലിറ്റിയെ നമ്മളിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ സ്പിരിച്വാലിറ്റി, ഒരു ജീവനുള്ള ഒരു ഫലമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറുവാനായിട്ട് കഴിയത്തുള്ളൂ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ സോളിഷ് സ്പിരിച്വാലിറ്റി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രൗഡ്, നമ്മുടെ പൊസിഷൻ, നമ്മുടെ സ്ഥാനങ്ങൾ, നമ്മുടെ മാനങ്ങൾ, നമ്മുടെ അങ്ങനെ ഓരോ കാര്യങ്ങളെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒക്കെ എനിക്ക് എല്ലായിടവും നമുക്ക് ഒന്നാമതായിട്ട് നിൽക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലായിടവും ഒന്നാമതായി നിൽക്കണം. സെൽഫിഷ്, സ്വാർത്ഥത. അതാണ് 1 തീമോഥെയോസ് 3-ാം അധ്യായത്തിൽ പൗലോസ് വിവരിക്കുന്നുണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. സ്വന്തം മോഹങ്ങൾക്കനുസരിച്ച് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്ന ഒരു കാലഘട്ടം, ഭക്തികെട്ട ഒരു കാലഘട്ടം, സ്വാർത്ഥതയുടെ കാലഘട്ടം. അങ്ങനെയുള്ളതായിട്ടുള്ള പലപ്പോഴും സ്വാർത്ഥത, സെൽഫിഷ്, എൻ്റെ കാര്യം മാത്രം നടക്കുക, മറ്റുള്ളവർ എങ്ങനെയും ആയിക്കൊള്ളട്ടെ, എൻ്റെ കാര്യം മാത്രം നടക്കണം. അത് തന്നെ ഒരു എന്താ പറയുക, അതൊരു സ്പിരിച്വൽ മാൻ്റെ ലക്ഷണമായിട്ടല്ല നമ്മൾ ദൈവവചനം, ഇതെൻ്റെ അഭിപ്രായമല്ല, ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു, ജഡത്തിൻ്റെ ചിന്ത. അതുകൊണ്ട് പൗലോസ് തീമോഥെയോസിനോട് പറയും, ദിവ്യാഗ്രഹം സകല ദോഷത്തിനും മൂലവേതുമല്ലോ. പണം മോഹിച്ച് അവസാനം മരണത്തിലേക്ക്, അത് ലിറ്ററലി മരണവും സംഭവിക്കുന്നുണ്ട്, നിത്യമായ മരണവും സംഭവിക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിലൊക്കെ ഒത്തിരി ഉദാഹരണങ്ങൾ ഉണ്ട്. അന്ന് രാത്രി പറയുവാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. എന്നാൽ ആത്മസ്വഭാവമുള്ളവർക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്ക് കയീൻ്റെയും ഹാബേലിൻ്റെയും യാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. കയീൻ്റെ അകത്ത് ജഡസ്വഭാവം നിറഞ്ഞ, എങ്ങനെയും അവനെ തകർത്ത് കളയുക, അവനെ കൊന്നുകളയുക, അവൻ്റെ സ്വത്ത് തട്ടിയെടുക്കുക, ആ ഒരു മോഹം അവൻ്റെ സഹോദരനെ കൊല്ലുവാനായി പ്രേരിപ്പിച്ചു. എന്നാൽ ഹാബേല് വളരെ നിഷ്കളങ്കനും, ദൈവത്തെ എങ്ങനെയെങ്കിലും പ്രസാദിപ്പിക്കുവാൻ എനിക്കുള്ളത് ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കുക, ഞാൻ എങ്ങനെ, ഹൗ ഐ ക്യാൻ പ്ലീസ് മൈ ലിവിങ് ഗോഡ്, നമുക്ക് എങ്ങനെ എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് എങ്ങനെ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് അതിനകത്ത് ഏറ്റവും ആ മേധസ്സിനെ തന്നെ, അതിനകത്ത് ഏറ്റവും മുഴുത്ത ഭാഗം ദൈവത്തിന് കൊടുക്കുന്നതായിട്ട് നമുക്കറിയാം. അത് ആ കൊടുക്കുന്ന ആ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയം അകമേ ഉള്ളത് നോക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നോക്കുന്ന ഒരു ദൈവമാണ്. പുറത്ത് നമുക്ക് ആരെയും എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് പറ്റിക്കാം, നമ്മൾ ആത്മീയരാണെന്നും നമ്മൾ എന്തൊക്കെയോ ആണ് എന്ന് നമുക്ക് മറ്റുള്ളവരെ, എനിക്ക് നിങ്ങൾക്കും ഒക്കെ അങ്ങനെ ചെയ്യുവാനായിട്ട് കഴിയും. കപടഭക്തിയുടെ ഒരു വേഷം നമുക്ക് അണിയുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ ഹാബേല് ഒരു കപടഭക്തിക്കാരനായിരുന്നില്ല. അവന് യഥാർത്ഥമായ ദൈവത്തെ സ്നേഹമുള്ളത് കൊണ്ട് അവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുവാൻ ഇടയായി തീർന്നു. കയീൻ, ഹല്ലേലൂയ, അവൻ ദൈവത്തിൻ്റെ കോപത്തിന് ഇരയായി ആട്ടി ഓടിക്കപ്പെട്ടവനായി ഉഴന്നലയുന്നവനായി മാറി. ഹല്ലേലൂയ, അവൻ്റെ രക്തം
ആബേലിന്റെ രക്തം അത് പ്രതികാരത്തിന്റെ രക്തമായി അവനോട് എന്നും നിലവിളിക്കുന്ന ഒരു രക്തമാണ്. ഞാൻ ആ ജഡസ്വഭാവത്തെ ആത്മസ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ജഡത്തിന് ചിന്ത മരണം, അത് അവനെ മരണത്തിലേക്ക് നയിച്ചു. ഞാൻ അത് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടിയാണ് കൈൻ്റെ ഹാബേലിന്റെ ഉദാഹരണങ്ങൾ എടുക്കുന്നത്. ആത്മാവിന്റെ ചിന്തയോ ജീവന് സമാധാനമാണ്. ആത്മാവിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ദൈവിക സമാധാനവും നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളതാണ് ആത്മാവിന്റെ ചിന്ത. ഈ ലോകത്തിലൊന്നും പ്രാപിക്കുന്നതിനെ കുറിച്ചല്ല. ആത്മാവ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് നിത്യമായ ജീവൻ, നിത്യമായ അല്ലെങ്കിൽ ദൈവിക സമാധാനം എൻ്റെ ഭവനത്തിനകത്ത് വരിക, എനിക്ക് വരിക, എൻ്റെ കുടുംബത്തിനകത്ത് എങ്ങനെ. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കാം. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ശുദ്ധീകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. എല്ലാവരോടും സമാധാനം നമുക്ക് ആചരിക്കുവാൻ പറ്റിയില്ലെങ്കിൽ, അതാണ് എപ്പോഴും ഒരു ആത്മീയന്റെ ലക്ഷണം. അതാണ് ആത്മീയൻ എപ്പോഴും അവന്റെ ചിന്തകൾ ഒക്കെയും എപ്പോഴും സമാധാനപ്രിയനായിരിക്കും. അവൻ എപ്പോഴും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിത്യജീവനെ കുറിച്ചുള്ള ചിന്തകളായിരിക്കും. അതാണ് പൗലോസ് പറഞ്ഞ, ഞാൻ നിരൂപിക്കുന്നില്ല, പിടിക്കാമെന്ന് വെച്ച് ഞാൻ ഓടുന്നു, ഞാൻ തികഞ്ഞവനായിട്ടല്ല. നമ്മളാരും തികഞ്ഞവരായിട്ടല്ല ഇന്ന് രാത്രി ആയിരിക്കുന്നത്. നമ്മൾ ആ പെർഫെക്ഷനിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊരു ഓട്ടമാണിത്. നമ്മളാരും പൂർണ്ണരായിട്ടല്ല. പൂർണ്ണത യേശു ക്രിസ്തുവിൽ, ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ക്രിസ്തു നമ്മുടെ അകത്ത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വിശുദ്ധൻ എന്നുള്ള പൊസിഷൻ പോലും നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ചിന്തകൾ നിത്യജീവനെ കുറിച്ചുള്ള ചിന്തകളായി തീരട്ടെ. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ നാം സകല മനുഷ്യരും അരിഷ്ടന്മാരാണ്. 1 കൊരിന്ത്യർ 15-17 വാക്യമാണെന്ന് എൻ്റെ ഓർമ്മ അവിടെ എഴുതിയിരിക്കുന്നു. അവിടെ പറയാം, അടുത്ത വാക്യത്തിൽ 8 വാക്യത്തിൽ 7 ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ ഒരിക്കലും കഴിയുന്നതല്ല. ജഡത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് മരണമാണ്. അത് പാപ സ്വഭാവത്താൽ നിയന്ത്രിക്കപ്പെട്ടതാണ്. അത് ന്യായപ്രമാണവുമായിട്ട് ഒരിക്കലും അതിന് കീഴ്പ്പെടുന്നതല്ല. ദൈവത്തിന്റെ ന്യായപ്രമാണം എന്ന് പറയുന്നത് യഹൂദ ന്യായപ്രമാണം എന്നല്ല. ഇവിടെ പറഞ്ഞ ദൈവത്തിന്റെ ഇച്ഛ. ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഒരു അർത്ഥത്തിലല്ല. ദൈവത്തിന്റെ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിൽ, ദൈവത്തിന്റെ ഇഷ്ടം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. ഒരിക്കലും ദൈവഹിതത്തിന് കീഴ്പ്പെടുന്നതല്ല. ആമേൻ, സ്തോത്രം. ജഡീക ചിന്തകൾ എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. അതെപ്പോഴും ദൈവത്തിന്റെ ആ കൽപ്പനകൾക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. ദൈവത്തിന്റെ വില്ലിന്, ദൈവഹിതത്തിന് ഓപ്പോസിറ്റ് ആയിരിക്കും. എന്നെക്കുറിച്ച് ദൈവത്തിനൊരു ഹിതമായിരിക്കും, ഒരു ഹിതമുണ്ട്, ഒരു പ്ലാനുണ്ട്. പക്ഷേ ഞാൻ ആ പ്ലാനിൽ നിന്ന് മാറിയിട്ട് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ചിന്തിക്കുന്നത്. സ്തോത്രം. അത് ദൈവത്തോടെപ്പോഴും ശത്രുത്വമാകുന്നു. അത് യാക്കോബ് പറയുന്നു, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ഈ ലോകത്തെ സ്നേഹിക്കുന്നവൻ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, അല്ലെങ്കിൽ വളരെ പ്രൗഡായിട്ടുള്ള ലൈഫ്, ഇതൊക്കെയും ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് വിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതെല്ലാം തന്നെ ഹല്ലേലൂയ ദൈവത്തിന് എഗൻസ്റ്റായിട്ട്, അവൻ്റെ എനിമിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ ശത്രുവായിട്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അവർക്ക് 8 ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്ലീസ് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. നമ്മൾ ആ ഭാഗം ചിന്തിച്ചു. എന്നാൽ ഇവിടെ പൗലോസ് പറഞ്ഞു, നിങ്ങളോ, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തനെ കുറിച്ച് പൗലോസ് പറയുകയാണ്, നിങ്ങളോ, അല്ലെങ്കിൽ നമ്മൾ, ഞാൻ. നമ്മളെപ്പോഴും, നിങ്ങൾ അത് വായിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഞാൻ എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് ഇന്ന് രാത്രി മാറട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എങ്കിൽ നമ്മൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മ സ്വഭാവം ഉള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൽ, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളാണ്. ഇവിടെ
പലപ്പോഴും നമ്മളെ ജീവിതത്തിൽ ഈ രണ്ട് പ്രകൃതികളൊക്കെ നമ്മൾ പോരാടുന്നുണ്ട്. ജഡസ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറില്ലേ പ്രിയമുള്ളവരെ? നമ്മളിൽ ഏതാണ് പലപ്പോഴും അധികമായി നിൽക്കുന്ന? ആത്മസ്വഭാവമാണോ ജഡസ്വഭാവമാണോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഇതൊക്കെ വായിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ കുറവുകളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ ഇതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ ഇതിനെയെല്ലാം കീഴടക്കാം എന്നുള്ള കാര്യങ്ങളാണ് പൗലോസ് ഈ 8-ാം അധ്യായത്തിൽ കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളിത് ഓരോ ദിവസവും നമ്മൾ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കേണ്ടവരാണ് എന്ന് നമ്മെ ഇവിടെ ഈ ഭാഗം ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. അപ്പൊ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവർ ക്രിസ്തു ഉള്ളവരാണ്. പരിശുദ്ധാത്മാവ് കാലാകാലങ്ങളിൽ അവിശ്വാസികളെ വന്ന് വിളിക്കുന്നു എന്നുള്ളത് വളരെ സത്യമാണ്. കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ വ്യക്തികളെയും വിളിച്ചു. നമുക്കറിയാമല്ലോ, ആ ചരിത്രം നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന എങ്ങനെയാണ്, ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അബ്രഹാം മാത്രമാണ് കർത്താവിൻ്റെ വിളിക്ക് റെസ്പോണ്ട് ചെയ്തത്. അതുകൊണ്ടാണ് അബ്രഹാമിനെ തിരഞ്ഞെടുക്കുവാൻ ഇടയായിത്തീരുന്നത്. ഈ കാലഘട്ടത്തിൽ സകല മനുഷ്യരെയും ദൈവം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. വിളിക്ക് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അല്ലാതെങ്കിൽ നമുക്ക് തിരഞ്ഞെടുപ്പ് നടക്കത്തില്ല. അതാണല്ലോ കർത്താവ് തൻ്റെ ആ കല്യാണത്തിൻ്റെ ഉപമയിൽ കൂടെയൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്തോത്രം. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ, എൻ്റെ 10-ാമത്തെ വാക്യം, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അപ്പൊ ക്രിസ്തു അകത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു എന്നുള്ളത് വലിയ സത്യമാണ്. കർത്താവ് ഉണ്ടെങ്കിൽ, കർത്താവ് നമ്മുടെ അകത്ത് വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അകത്തെ ആ പഴയ മനുഷ്യൻ ഡെഡായി. അവന് പിന്നെ ആക്റ്റീവ് ആവാൻ പറ്റത്തില്ല. അവന് മരണം സംഭവിച്ചു കഴിഞ്ഞു. നമുക്ക് ലിറ്ററലി ചിന്തിച്ചാലും പാപം ഒരു മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് അതിൻ്റെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു 7-ന്റെ 24 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ റോമർ 7-ന്റെ 24 ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ. അപ്പോൾ ഈ പാപം നിമിത്തം അതിന്റെ ഒരു ഫലം എന്ന് പറയുന്നത് മരണമാണ്. അപ്പൊ പൗലോസ് പറയുകയാണ്, ഈ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആറുടി. പൗലോസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചാണല്ലോ, പൗലോസിനെ ഒരു മനുഷ്യന്റെ എക്സാമ്പിൾ ആക്കി വെച്ചുകൊണ്ട് പൗലോസ് പറയുന്നതായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കിയത്. എന്നെ ആറുടി എന്ന് പറഞ്ഞാൽ പാപം നിമിത്തം നമ്മൾ മരണത്തിന് വിധേയരാണ്. നമ്മളിപ്പോൾ മരിക്കുന്നില്ല എങ്കിൽ കൂടി, ഒരു മനുഷ്യൻ ആ സമയത്ത് മരിക്കുന്നില്ല എങ്കിൽ കൂടിയും ആ പാപം അവനെ എന്നേക്കുമായി മരണത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനൊരു മരണമുണ്ട്. എന്നാൽ ക്രിസ്തു നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മളിലെ ആത്മാവ്, നമ്മുടെ അകത്തെ മനുഷ്യൻ വളരെ ജീവനുള്ളതായിത്തീരുന്നു. അവൻ ആക്റ്റീവായിത്തീരുന്നു. അവൻ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ബന്ധം അല്ലെങ്കിൽ അത് പുനഃസ്ഥാപിക്കപ്പെടുകയും പിന്നെ അതിന് വിധേയപ്പെട്ട് ഈ പാപപ്രകൃതമുള്ള മനുഷ്യനെ നമുക്ക് മരിപ്പിക്കുവാനായിട്ട് കഴിയും എന്നുള്ള ഒരു തത്വം കൂടെയാണ് ഇവിടെ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതിൻ്റെ പിന്നീട് പറയുന്നു, നമ്മുടെ മർത്യ ശരീരം, ഇത് നമ്മൾ ഈവൻ ദോ നമ്മളിപ്പോൾ വിശ്വാസിയാണെങ്കിലും കർത്താവിൻ്റെ നിയമമനുസരിച്ച് എല്ലാ മനുഷ്യനും മരിക്കണം എന്നുള്ള ഒരു കൽപ്പന ഉണ്ടല്ലോ. ആ ഒരു കൽപ്പന അനുസരിച്ച് സകല മനുഷ്യരും, ആനോക്കും ഏലിയാവും ഒഴിച്ച് ബാക്കിയുള്ള സകല മനുഷ്യരും, ഇതുവരെയുള്ള എല്ലാ മനുഷ്യനും മരിച്ചു. ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. മറ്റൊരു രണ്ടുപേരെയും മരണം കൂടാതെ അവരെടുക്കപ്പെട്ടവരാണ്. കർത്താവ് യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവിടെ പറയുകയാണ്, യേശുവിനെ മരിച്ച് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ ഉയർപ്പിച്ചവൻ നിങ്ങൾ തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. സ്തോത്രം. ആ ഭാഗം നമ്മൾ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്നു. പരിശുദ്ധാത്മാവ് ഉള്ള ഒരു വ്യക്തിയിൽ നാം മരിച്ചാലും നമ്മുടെ മർത്യ ശരീരങ്ങളെ ഒരു സമയം കർത്താവിൻ്റെ വരവിങ്കൽ ഈ ശരീരം വീണ്ടെടുക്കപ്പെടുമെന്നുള്ള ഒരു കാര്യമാണ് ഓർപ്പിക്കുന്നത്. നമ്മുടെ ആത്മാവ് മാത്രമേ റിഡീം ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ വരവിങ്കൽ ഒരുപക്ഷെ നാം ജീവനോടെ ഇരിക്കുന്നാൽ അവനോട് എടുക്കപ്പെടും. അല്ലെങ്കിൽ കല്ലറകളിൽ പോയാൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു എന്നുണ്ടെങ്കിൽ
അങ്ങനെ നമ്മുടെ വിശ്വാസ തലത്തിൽ ജീവിക്കുന്ന ഒരു ഭക്തനെ, ആ രക്ഷാനുഭവത്തിൽ ജീവിക്കുന്ന രക്ഷിക്കപ്പെട്ട ഒരു പൈതലിനെ, അവൻ്റെ അകത്ത് ആത്മാവ് അവനെ ഉയർപ്പിച്ച് അവൻ്റെ മർത്യ ശരീരത്തെ ജീവനുള്ളതാക്കി തീർക്കും എന്ന് പറഞ്ഞാൽ അത് ലിറ്ററലി നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് പൗലോസ് ഈ ഭാഗങ്ങളിൽ കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സ്തോത്രം. അതിൻ്റെ 12ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. ആകയാൽ സഹോദരന്മാരെ, ആ. നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. ഇവിടെ ഈ വാക്യം നമ്മളെ എന്താണ് നാം മനസ്സിലാക്കുന്നത്? ഇവിടെ പൗലോസ് പറയുന്നത് ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ജഡം എന്ന് പറയുന്നത് നമ്മൾ പഴയ മനുഷ്യൻ, പാപ സ്വഭാവമുള്ള ഭാവപ്രവൃത്തിയുള്ള മനുഷ്യൻ. ഈ മനുഷ്യനോട് നമുക്കൊരു ഒബ്ലിഗേഷന്റെ ആവശ്യമില്ല, ഒരു കടപ്പാടിന്റെ ആവശ്യമില്ല. കാരണം ഇതിനെ അനുസരിച്ച് പോയാൽ നമ്മൾ മരണമാണ്. അങ്ങനെയാണ് നമുക്കൊരു ഒബ്ലിഗേഷന്റെ ആവശ്യമില്ല. നമുക്ക് ഒബ്ലിഗേഷൻ വരേണ്ടത്, നമുക്ക് കടപ്പാട് അല്ലെങ്കിൽ നമ്മൾ കടപ്പെട്ടിരിക്കേണ്ടത് കർത്താവിനോടാണ്. കർത്താവിനെ അനുസരിച്ച് ജീവിക്കുവാനാണ് നാം കടപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ പാപജഡത്തെ അനുസരിച്ച് നടക്കേണ്ടുന്നവരല്ല. അതാണ് ഭാഗം പൗലോസ് വ്യക്തമായിട്ട് പറയുന്നത്. നാം ജഡത്തെ ജീവിക്കേണ്ട ജഡത്തിനല്ല കടക്കാരാകുന്നു എന്ന് പറഞ്ഞാൽ, ജഡത്തെ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെ അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. 13, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. അപ്പം നീ ജഡത്തെ ഫോളോ ചെയ്താൽ, നമ്മൾ ജഡത്തെ ഫോളോ ചെയ്താൽ നമുക്ക് മരണമാണ് എന്ന് പറഞ്ഞാൽ, ഒരു ജഡസ്വഭാവത്തോടു കൂടെ ജീവിതം കാലം മുഴുവൻ പരിശുദ്ധാത്മാവിൽ വിധേയപ്പെടാതെ ഒരു ജഡീകനായിട്ട് നമ്മൾ ജീവിച്ചു പോകുന്നു എങ്കിൽ നമ്മളെ മരണത്തിലേക്ക് നയിക്കുമെന്നുള്ള കാര്യമാണ് പൗലോസ് ഇവിടെ ഓർമ്മപ്പെടുന്നത്. റോമിലെ യഹൂദ ക്രിസ്ത്യാനികളോടും മറ്റുള്ള പ്രജാതിക്കാരോടും ഒക്കെ ചേർന്ന് എഴുതുന്ന, അവരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ബുദ്ധിയുപദേശമായിട്ടാണ് പൗലോസ് ഈ ഭാഗങ്ങൾ കൂടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ജഡത്തോട് യാതൊരു ഒബ്ലിഗേഷന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ പറയുകയാണ്, ജഡമേ നിന്നെ ഞാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മരണമാണ്, എനിക്ക് നിന്നോട് യാതൊരു കടപ്പാടുമില്ല. കാരണം എനിക്ക് നീ ഒരു നിത്യജീവൻ തരുവാനായിട്ട് നിനക്ക് കഴിയത്തില്ല. എനിക്ക് നിത്യജീവൻ തന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഞാൻ ഇനി മുതൽ കടക്കാരനായിരിക്കുന്നത് കർത്താവിനാണ്. കർത്താവാണ് എന്നെ ജീവൻ തന്നത്, കർത്താവാണ് എന്നെ ഈ മരണത്തിൽ നിന്ന് വിടുവിച്ചത്. അതുകൊണ്ട് ഞാൻ ഇനി മുതൽ കർത്താവിന് കടപ്പെട്ടിരിക്കുന്നു. അതാണ് പൗലോസ് ഈ വാക്യത്തിൽ കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ജഡത്തെ ജീവിക്കുന്ന മരിക്കും, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ്, അതാ കർത്താവ് പറഞ്ഞേ, നിങ്ങൾ ഞാൻ മുന്തിരിവള്ളികൾ കൊമ്പുകളുമാവും, എന്നിൽ വസിക്കണം. എന്നിൽ വസിക്കുക, കർത്താവിൽ ചേർന്ന് ജീവിക്കുക, കർത്താവിൻ്റെ ആ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നമ്മുടെ അകത്ത് ആത്മാവിൽ കൺട്രോളിൽ നമ്മുടെ അവയവങ്ങൾ വിട്ടുകൊടുക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ ഓരോ ഓർഗനുകളും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കപ്പെടണം. നമ്മുടെ കണ്ണുകൾ പരിശുദ്ധ നിയന്ത്രിക്കപ്പെടട്ടെ. നമ്മുടെ നാവുകൾ, നമുക്ക് പലപ്പോഴും അത് പറയുവാനായിട്ട് കഴിയണം, കർത്താവ് എൻ്റെ നാവുകൾ പരിശുദ്ധാത്മാവിനാൽ കൺട്രോൾ ചെയ്യപ്പെടട്ടെ, എൻ്റെ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യപ്പെട്ടെ, എൻ്റെ നടപ്പ്. ഞാൻ ഈ അവയവങ്ങൾ ലിറ്ററലി പറയുമ്പോൾ, ഈ അവയവങ്ങളിൽ കൂടെയാണ് പാപം വ്യാപരിച്ച് നമ്മളെ ഇത് പാപം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഈ അവയവങ്ങൾ പഴയ മനുഷ്യനെയാണ്. ഈ പഴയ മനുഷ്യനെ നമ്മൾ ആത്മാവിനാൽ ഈ പഴയ മനുഷ്യന്റെ പ്രവൃത്തികളെ മരിപ്പിക്കേണ്ടിയിരിക്കുന്നു. പഴയ മനുഷ്യന്റെ പ്രവൃത്തികളൊക്കെ നമുക്കറിയാം. ജഡത്തിന്റെ പ്രവൃത്തികൾ അതിനകത്ത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ ജഡത്തിന്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞൊരു പദം അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വായിക്കാം. സ്തോത്രം. ജഡത്തിന്റെ പ്രവൃത്തികളോ 5-ാം അധ്യായം 19. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, ഇതിനെല്ലാം മരിപ്പിക്കുവാൻ നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഡെയിലി മരിപ്പിക്കുക എന്നുള്ളതാണ്. ഡെയിലി നമ്മൾ മരിച്ച് നമ്മൾ ക്രിസ്തു ജീവനായി വെളിപ്പെട്ട് പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മെ
പൗലോസ് പഠിപ്പിക്കുന്നത്. ഇത് സ്തോത്രം ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ പാപമോഹങ്ങളെ മരിപ്പിക്കണം. സ്തോത്രം. അത് നമ്മൾ യാക്കോബ് 1:14-15 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു. നമ്മുടെ പാപപ്രവർത്തികൾ എന്ന് പറയുന്നത് പാപമോഹങ്ങൾ ഉണ്ടാകുന്നതാണ്. യാക്കോബ് നേരത്തെ നമ്മളെ ആ വാക്യത്തിൽ കൂടെ നമ്മെ ഓർപ്പിച്ചത്. നാം പാപം ചെയ്യുന്നത് നിർത്തിയാൽ പോരാ, പാപത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും നമ്മൾ നിർത്തേണ്ടിയിരിക്കുന്നു. സ്തോത്രം. പാപം നിർത്തുക എന്നുള്ളതല്ല, പാപചിന്തകൾ. പ്രിയമുള്ളവരെ, ചില ഓർമ്മകൾ ഇതൊക്കെ നമ്മുടെ മെമ്മറിയിൽ കിടപ്പുണ്ട്. അതിൻ്റെ റൂട്ടുകൾ കണ്ടുപിടിച്ച് അതിനെയെല്ലാം മരിപ്പിക്കുവാനാണ് പൗലോസ് ഈ വാക്യത്തിൽ കൂടെ നമ്മെ ഓർമ്മപ്പെടുന്നത്. നാം പാപം നിർത്തിയാൽ പാപത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും നമ്മൾ നിർത്തണം എന്ന് പറയുമ്പോൾ നമ്മൾ, അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം പൗലോസ് ചിന്തകളെക്കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാനത് വായിക്കുക. ഒടുവിൽ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും രമ്യമായതൊക്കെയും നീതിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ കീർത്തിയോ ഒക്കെയും ചിന്തിച്ചു കൊള്ളുവിനെന്ന് പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയാനുള്ള കാരണം അതാണ്. പലപ്പോഴും നമ്മുടെ ചിന്തകൾ പിശാച് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്ത് ഈ വേൾഡുമായി കണക്ട് ചെയ്യുവാനും പഴയ പാപ മനുഷ്യനെ പലപ്പോഴും അത് വെളിപ്പെടുത്തുവാനൊക്കെയും ആഗ്രഹിക്കുമ്പോൾ അതിനെ നമ്മുടെ അകത്ത് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ആ ശക്തി കൊണ്ട്, ആത്മശക്തി കൊണ്ട് നമ്മൾ ഇതിനെ കീഴടക്കി ഒരു ആത്മീയ ജീവിതം നയിക്കുവാനായിട്ട് നമ്മളെ ദൈവം സഹായിക്കട്ടെ. അവിടെ അടുത്ത വാക്യം പറയുന്നത്, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പൊ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ദൈവാത്മാവിനാൽ കൺട്രോൾ ചെയ്യപ്പെട്ട, അതിനാൽ പൂർണ്ണമായി ആ ലോഡ്ഷിപ്പ് അല്ലെങ്കിൽ ഓണർഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് കർത്താവിന് കൊടുക്കുമ്പോൾ, നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യത്തുള്ളൂ. നമുക്കറിയാലോ, കർത്താവ് ഖാനായിലെ ആ കല്യാണത്തിന് കർത്താവ് അവിടെ ഉണ്ട്. പക്ഷേ മറിയ പറഞ്ഞു, അവൻ നിങ്ങളുടെ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യുവിൻ. അപ്പോൾ കർത്താവിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്, ആ പ്രസൻസ് ഇൻവൈറ്റ് ചെയ്യുന്നു. ആ പവറിനെ ഇൻവൈറ്റ് ചെയ്തപ്പോഴാണ് അവിടെ മിറക്കൽ ഉണ്ടായത്. പരിശുദ്ധാത്മാവിൻ്റെ അതിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ നിരന്തരം കർത്താവുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുക, അതിനെ നമ്മൾ റിസീവ് ചെയ്യുക. അതിനാൽ നിയന്ത്രണപ്പെട്ട് ആ വിധേയപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ അവയവങ്ങളിൽ ഡിവൈൻ നേച്ചറുകൾ കടന്നു വരികയും നമ്മളൊരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ ജീവിതമായി നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുള്ളൂ എന്ന് പൗലോസോട് ഓർമ്മപ്പെടുത്തുന്നു. യോഹന്നാൻ 1:12 പറയുന്നുണ്ടല്ലോ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. 1 യോഹന്നാൻ 3:1 വാക്യത്തിൽ പറയുന്നു, അമേ കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. മക്കൾ എന്നുള്ള വലിയ ഒരു പൊസിഷൻ അല്ലെങ്കിൽ പുത്രത്വം, അഡോപ്റ്റഡ് ആ സൺഷിപ്പ് നമുക്ക് തന്നിരിക്കും. നമ്മളെ ദത്തെടുത്തിരിക്കുകയാണ്. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് ഗലാത്യലേഖനം അതിൻ്റെ 3 അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മളെ ദത്തെടുത്തു. ഏതോ ഒരു അടിമത്വത്തിൽ നിന്ന്, പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന്, അതിൻ്റെ അടിമത്വത്തിൽ, ആ ബോണ്ടേജിൽ നിന്ന്, ഇതുവരെയും ഹല്ലേലൂയ ഭയം നമ്മെ വേട്ടയാടി അതിൻ്റെ ആ സ്പിരിറ്റിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത്, നമ്മെ ദത്തെടുത്ത് പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. നമുക്കൊരു പദവി തന്നു. പഴയ നിയമത്തിൽ അവർക്ക് പിതാവേ എന്ന് വിളിക്കാനുള്ള, അവർക്ക് അതിനുള്ള ആ ഒരു യോഗ്യത ഉണ്ടായിരുന്നില്ല. അവർക്ക് എപ്പോഴും ഭയമായിരുന്നു. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മളെ ദൈവം അവൻ്റെ മക്കളാക്കി തീർത്തെന്നുള്ളതാണ്. ഒരു അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവന്നത് കർത്താവ് യേശു ക്രിസ്തുവാണ്. പഴയ നിയമത്തിൽ അവർ ദൈവത്തെ അങ്ങോട്ട് അത്രയ്ക്ക് അടുക്കുവാനായിട്ട് കഴിയത്തില്ല. ആ കൃപ അതിവിശ്വ മന്ദിരത്ത് മഹാപുരോഹിതന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഒരു മനുഷ്യന് യാഗവുമായിട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ പോയാൽ മരിച്ചു പോകും. അത്ര ഹോളിയാണ് ആ പഴയ നിയമം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് ഭയമാണ്. അവരെ ആ ബോണ്ടേജിൽ കിടന്ന ആ ഒരു ദാസ്യത്തിൻ്റെ ആത്മാവിൽ നിന്ന് നമുക്ക് പുത്രത്വത്തിൻ്റെ ആത്മാവ്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവ്, അത് നമ്മുടെ ഉള്ളിൽ തന്ന് നമ്മളെ മക്കളാക്കി തീർത്തു. ആമേൻ. ഒരപ്പൻ്റെ സ്വത്തിൻ്റെ അവകാശി അവർക്ക് മക്കൾക്കാണ്. ഒരു പുറമേ ഉള്ള ഒരു ദാസനല്ല, വെളിയിലുള്ള ഒരാൾക്കല്ല, അകത്തുള്ള ഒരാൾക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ ആ ഭാഗങ്ങളൊക്കെ പൗലോസ് ഇവിടെ അതിൻ്റെ
15-16 വാക്യങ്ങളിലൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെയും ഭയപ്പെടുന്നത് ആ ആത്മാവിനെയല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എത്രയും നാം പ്രാപിച്ചത്. അത് വളരെ ഉറപ്പോടും ധൈര്യത്തോടും പറയണം, നാം ദൈവത്തിൻ്റെ മക്കളാന്ന് ആത്മാവ് നമ്മുടെ ആത്മാവിടെ സാക്ഷ്യം പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലെ നമ്മുടെ ആത്മാവിനുമായിട്ട് സാക്ഷ്യം പറയുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ മക്കളാണ്, നീ മക്കളാണെന്ന് പറയുന്നതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് നമ്മളെ അകത്ത് തന്നു. അതാണ് സാക്ഷ്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടാശനെ നാം അവനോട് തേസരിക്കപ്പെടേണ്ടതിന് അവരുടെ കഷ്ടം അനുഭവിച്ചാൽ അത്ര. ഈ ബാക്കിയുടെ ഈ 17ാമത്തെ വാക്യം എടുത്താൽ തന്നെ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ മണിക്കൂറുകൾ പ്രസംഗിക്കാനുള്ള വചനങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത്. മക്കളെങ്കിലും അവകാശികളുമാണ്. പിതാവാം ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുത്ത എല്ലാ അവകാശത്തിൻ്റെയും കൂട്ടവകാശികളാണ് നമ്മൾ. നമുക്ക് എന്തെല്ലാം കർത്താവിന് അധികാരങ്ങൾ കൊടുത്തോ അതെല്ലാം കർത്താവിന് മേൽ പകർന്ന എല്ലാ നമുക്കും അവകാശപ്പെട്ടതാണ്. കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയെങ്കിൽ നമുക്ക് രോഗികളെ സൗഖ്യമാക്കാൻ കഴിയും. കർത്താവ് മരിച്ചവരെ ഉയർപ്പിച്ചെങ്കിൽ നമുക്ക് ഉയർപ്പിക്കുവാനായിട്ട് കഴിയും. കർത്താവ് എന്തെല്ലാം ഈ ഭൂമിയിൽ ചെയ്തോ അതെല്ലാം നമുക്കും അതിലധികമായി ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. നമ്മൾ ഇനി ഇതിൻ്റെ അവകാശത്തിൻ്റെ ആ പൂർണ്ണതയിൽ നമ്മൾ എത്തിയിട്ടില്ല. അതെല്ലാം നിത്യതയിൽ വെളിപ്പെടുന്ന കാര്യങ്ങളാണ്. നിത്യതയിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ആ അവകാശത്തിലേക്ക് പുത്രനോട് കൂടെ, പുത്രൻ എന്തെല്ലാം പിതാവാം ദൈവം കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പാർട്ടേക്കേഴ്സായി, കൂട്ടവകാശികളായി, ഹേഡ്സായിട്ട് ദൈവം നമ്മളെ മാറ്റിയത് യേശു ക്രിസ്തുവിൽ കൂടെയാണ്. ആ മക്കൾ എന്നുള്ള ആ പദവി നമുക്ക് തന്നത് മുഖാന്തരമാണ് നമുക്ക് ഇങ്ങനെ ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ ആ ഒരു പുത്രത്വത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ ഇവിടെ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്ക് തുടർന്ന് അത് അടുത്ത ആഴ്ച ചിന്തിക്കുമ്പോൾ ആ ഭാഗം എടുക്കാം. നാം അവനോട് തേജസ്കരിക്കപ്പെടേണ്ട, അവനോട് കഷ്ടം അനുഭവിച്ചാൽ അത്രേ. കർത്താവിനോട് കൂടെ നമ്മുടെ ക്രൂശും എടുത്തുകൊണ്ട് കർത്താവിനോട് കൂടെ ചേർന്ന് കഷ്ടം അനുഭവിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് തേജസ്കരണമാണ്. അതിനാണ് അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഞാൻ ഭാഗങ്ങളെ ഇവിടെ ഇന്ന് രാത്രി ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇന്ന് രാത്രി കേട്ട ദൈവവചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഞാനും അത് തന്നെ ചിന്തിക്കുന്നത്, കർത്താവേ, എൻ്റെ ജീവിതം ആത്മാവിലുള്ള ജീവിതമാണോ? പരിശുദ്ധ നിയന്ത്രിക്കപ്പെട്ട ജീവിതമാണോ? എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ എൻ്റെ കിടക്കയിൽ എഴുന്നേക്കുന്ന നിമിഷം മുതൽ ബെഡിൽ പോകുന്ന നിമിഷം വരെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതമാണോ നമ്മൾ ഡെയിലി പ്രാക്ടിക്കലി വെളിപ്പെടുന്നതെന്ന് അതിലേക്കുള്ളൊരു ഓട്ടമായി ഈ ദിവസങ്ങളിൽ നമ്മുടെ ആത്മീയ ജീവിതങ്ങളും കാഴ്ചപ്പാടുകളും ചിന്തകളും മാറട്ടെ എന്നും ഇത്തരുണത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ടും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.